എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ണൂർ, കേരള, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളിലെ FIUGP അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് പേഴ്സണലായിട്ട് കമൻറ്റ് ചെയ്തിരുന്നു. ഇഷ്ടമില്ലാത്ത സ്കൂൾ, ഇഷ്ടമില്ലാത്ത കോളേജ്, ഇഷ്ടമില്ലാത്ത കോഴ്സൊക്കെയാണ് ലഭിച്ചതെന്ന്. എന്നാൽ എങ്ങനെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കുക, എപ്പോൾ വിളിക്കും, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒന്നാം സെമസ്റ്റർ കഴിഞ്ഞില്ലേ, ഇനി എപ്പോഴാണ് ട്രാൻസ്ഫർ വിളിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. അറിയിപ്പെന്ന് പറഞ്ഞില്ല, വിദ്യാർത്ഥികൾ ചോദിച്ചതിനുള്ള ഉത്തരം എന്ന് തന്നെ നമുക്ക് പറയാം. കേരള, കണ്ണൂർ, കാലിക്കറ്റ്, MG യൂണിവേഴ്സിറ്റികളുടെ FIUGPയുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്നായിരിക്കുമെന്നാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. എപ്പോൾ വിളിക്കുമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ ചോദിക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് നാളായിട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. എന്തുകൊണ്ടാണ് സാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും വരാത്തത്? ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ കഴിഞ്ഞില്ലേ, ഇനി എപ്പോഴാണ് ട്രാൻസ്ഫർ വിളിക്കുക എന്നൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, തേർഡ് സെമസ്റ്റർ ആകാൻ സാധ്യത കൂടുതലുണ്ട്. അത് നിങ്ങളുടെ രണ്ടാം സെമ്മും കൂടി ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാം സെമ്മും കൂടി എന്ത് ചെയ്യേണ്ടി വരും, കഴിയേണ്ടി വരും. ഞാൻ അന്നേ ദിവസം കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ പറഞ്ഞത് ചിലപ്പോൾ തേർഡ് സെമ്മ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായി വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ കഴിഞ്ഞു, രണ്ടാം സെമസ്റ്റർ കഴിയുന്നത് വരെയും കൂടി എന്ത് ചെയ്യും, വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടി വരും. രണ്ടാം സെമ്മ് കഴിയുന്നവരെയും കൂടി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടി വരും, കാത്തിരിക്കേണ്ടി വരും. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക? ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുക എന്ന്. നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ പേജ് ഉണ്ടാവുമല്ലോ, അതിലേക്കൊന്ന് ലോഗിൻ ചെയ്യുക. അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രൊഫൈൽ പേജ് ഉണ്ടാവുമല്ലോ, ആ പ്രൊഫൈൽ പേജ് ലോഗിൻ ചെയ്യുക. ശേഷം എഡിറ്റ് ഓപ്ഷൻസ് എന്നൊരു ലിങ്ക് അവിടെ നിങ്ങൾക്ക് ലഭ്യമാകും, അല്ലെങ്കിൽ സെലക്ട് ഓപ്ഷൻസ് എന്നോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല, അങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകൾ, നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലേക്കാണോ അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണോ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആഗ്രഹമുള്ളത്, ആ കോഴ്സുകളും കോളേജുകളും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ താല്പര്യമുള്ള കോഴ്സും കോളേജും കൃത്യമായി എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കൊടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പോകാൻ താല്പര്യമുള്ള, എനിക്ക് ട്രാൻസ്ഫറിൽ മറ്റൊരു കോളേജ് കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സ് കിട്ടിയാൽ ഞാൻ ആ കോളേജിലേക്കും കോഴ്സിലേക്കും ഞാൻ പോകാൻ താല്പര്യമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഈ ട്രാൻസ്ഫർ കൊടുക്കാൻ നേരം വിദ്യാർത്ഥികൾ കൊടുക്കും, പക്ഷേ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ട്രാൻസ്ഫർ കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് ആ പുതിയ കോളേജിലേക്ക് പോകാൻ അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്ക് പോകാൻ സ്റ്റുഡൻറ്റിന് താല്പര്യം കാണില്ല. അന്നേരം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫറിൽ പുതിയ ഓപ്ഷൻ മാറി ലഭിക്കുകയാണെങ്കിൽ, അത് കോളേജ് ആയാലും ശരി വേറെ കോഴ്സ് ആയാലും ശരി, നിങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ മാറി ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധമായും പുതിയ ഓപ്ഷൻ സ്വീകരിക്കേണ്ടി വരും. ഇനി നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്ത് ചെയ്യേണ്ട, എനിക്ക് കൊടുക്കണ്ടായിരുന്നല്ലോ അങ്ങനെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രാൻസ്ഫർ കിട്ടിയാൽ എന്ത് ചെയ്തോണം, നിർബന്ധമായും പോയിക്കോണം. ഇനി നിങ്ങൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ, ട്രാൻസ്ഫർ കൊടുത്തു, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ എത്ര ഓപ്ഷനുകൾ കൊടുത്തു, ആ കൊടുത്ത ഓപ്ഷനുകളിലൊന്നും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല. നിങ്ങൾ ആ കൊടുത്ത കോളേജോ കോഴ്സുകളോ ഒന്നും
നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിയില്ല, നിങ്ങൾക്ക് നോ ചേഞ്ച് എന്നാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുമ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പുതിയ കോളേജോ കോഴ്സോ ഒന്നും മാറി കിട്ടിയില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാൻ താല്പര്യമില്ല, പക്ഷെ എന്നാലും ഓർക്കാതെ കൊടുത്തുപോയി, ഓർക്കാതല്ല ആദ്യം കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊടുത്തു, പിന്നീട് പോകാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഴയ കോളേജിൽ പഴയ കോഴ്സ് എന്ന് പറയും. നിങ്ങൾ നിലവിൽ എവിടെയാണോ പഠിക്കുന്നത്, ട്രാൻസ്ഫർ കിട്ടാത്തവർക്ക് നിലവിൽ എവിടെയാണോ സ്റ്റഡി ചെയ്തുകൊണ്ട് പഠിക്കുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ ട്രാൻസ്ഫർ കൊടുക്കുകയും കോളേജോ കോഴ്സോ മാറി ലഭിച്ചാൽ നിർബന്ധമായും പുതിയ കോളേജിലേക്ക് പ്രവേശനം മാറി നേടേണ്ടതാണ്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്ന പക്ഷം പുതിയ കോളേജിലേക്കോ അല്ലെങ്കിൽ പുതിയ കോഴ്സിലേക്കോ മാറേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആദ്യമുണ്ടായിരുന്ന സീറ്റും പുതിയ ലഭിച്ച സീറ്റും നഷ്ടമാകുന്നതായിരിക്കും. നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊന്നും നിലവിൽ വിളിച്ചിട്ടില്ല, എന്നാൽ തേർഡ് സെമ്മിൻ്റെ സമയമാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോൾ വിളിച്ചാലും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ക്രേത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.